You idiot! What are you doing? Why did you kiss me? You kissed me? Hey, please! Families are here, be quiet. You shut up! Stop this! Let's go, Jaden. You will definitely regret it. I will show them what happened if they dare to touch my brother. അവരെന്തിനാണ് നിന്നെ കിഡ്നാപ്പ് ചെയ്തത്? എനിക്കറിയില്ല ജെ. ബട്ട് എനിക്കറിയാം ഐഡൽസിന് ബാഡ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അവരൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല. ജെ പ്ലീസ് ഇതൊരു പ്രശ്നമാക്കരുത്. ഇത് ന്യൂസ് ആയി കഴിഞ്ഞാൽ എന്റെ മ്യൂസിക് കരിയറിനാണ് ഇത് പ്രശ്നം. എന്ത് പ്രശ്നമാക്കരുതെന്ന്? നിന്നെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഡു യു തിങ്ക് ഇറ്റ് ഡസന്റ് ബോദർ മീ? അതല്ല ജെ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അതുമാത്രല്ല അവരെന്നെ ഹേർട്ട് ഒന്നും ചെയ്തില്ലല്ലോ. ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തിരിച്ചു കൊണ്ടാക്കാന്ന് അവർ പറഞ്ഞതാ. ഡു യു ബിലീവ് ഇൻ ദെയർ ലൈസ്? നീ ഇങ്ങനെ പാവമാവല്ലേ ചെയ്യോൺ? ഫക്കിംഗ് 10 minutes? ഡു ദേ തിങ്ക് യു ആർ പ്രോസ്റ്റിറ്റ്യൂട്ട്? അവളെന്തിനാ നിന്നെ കിസ് ചെയ്തത്? അത് ജെ, ഐ വിൽ ഫൈൻഡ് ഹു ദേ ആർ. അത്രയും സെക്യൂരിറ്റി ഉള്ള ബിൽഡിംഗിൽ നിന്ന് നിന്നെ കിഡ്നാപ്പ് ചെയ്യണമെങ്കിൽ എന്തായാലും ആ കമ്പനിയിൽ അവരെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കും. അവർ വെറും സാധാരണക്കാരല്ല. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. ഇതൊന്നും വേണ്ട ജെ. ഐ ഡോണ്ട് നോ വൈ യു ആർ കീപ് സപ്പോർട്ടിങ് ദം. മൈ ഗോഡ്, ജേക്ക് അവരൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല. വലിയ പ്രശ്നത്തേക്ക് ഇതെല്ലാം പോകുന്നത്. ജേക്കയുടെ കയ്യിൽ അവരെങ്ങാനും കിട്ടിയാൽ ജീവനോട് പോലും ഉണ്ടാകില്ല. ഗുഡ് മോർണിംഗ് ജേക്ക്. എന്താ ഇത്ര നേരത്തെ? നീ വേഗം എഴുന്നേറ്റ് റെഡി ആവും, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. എന്താ ജേക്ക്, എനി ഹെൽത്ത് ഇഷ്യൂസ്? എനിക്കല്ല, നിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയാണ്. വേഗം റെഡി ആവും. ജേക്ക് എനിക്കെന്തിനാ? എനിക്കൊരു പ്രോബ്ലം ഇല്ലല്ലോ. വേഗം റെഡി ആവും ജിയോൺ. ബട്ട് ജേക്ക്, ഐ സാഡ് വാട്ട് ഐ സാഡ്. ഫുഡ് കഴിക്കാൻ നിന്ന് ടൈം കളയണ്ട, കാലി വെച്ച് കഴിക്കാം. നമുക്ക് പെട്ടെന്ന് പോകണം. എനിക്ക് ഇതിന് ശേഷം ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉള്ളതാണ്. ജേക്ക് എന്താ ഇത്? എനിക്കൊരു പ്രശ്നമില്ല. അത് നീയാണോ പറയേണ്ടത്? അവർ നിന്നെ എന്താ ചെയ്തേക്കുന്ന ആർക്കറിയാം. സോ ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. അവരെന്തായാലും നിസ്സാരക്കാരല്ല. എന്റെ കയ്യിൽ എന്തായാലും യൂസ് അവർ കിട്ടും. ജേക്ക്, ആർ യു സ്റ്റിൽ സെർച്ചിങ് ഫോർ ദം? വാട്ട് എൽസ് ഐ സപ്പോസ് ടു ഡു? ദേ ഡോണ്ട് നോ ഹു ഐ ആം. ഇവിടെ ഫസ്റ്റ് ടൈം ആണല്ലേ കാണിക്കുന്നത്? യെസ്. ഡോക്ടർ ഇതുവരെ വന്നിട്ടില്ല. റെഗുലർ പേഷ്യൻ അല്ലാത്തതുകൊണ്ട് അസിസ്റ്റന്റ് ഡോക്ടറെ കാണിക്കാം. യു ക്യാൻ വെയിറ്റ് ദേർ. യു ആർ ജോൺ ജെറ്റ് റൈറ്റ്? യെസ് ഐ ആം. എന്ത് ബുദ്ധിമുട്ടാണ് തോന്നുന്നത്? അത് ഡു യു ഹാവ് എനി ഹെഡേക്ക്, സ്റ്റൊമക് പെയിൻ, എനിത്തിങ്? Staff nurse, please check his temperature, blood pressure and all. Normal temperature, normal blood pressure and no other symptoms. പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഡോക്ടർ, ഐ ഡോണ്ട് തിങ്ക് ഹി ഈസ് ഓക്കെ. ഫുൾ ബോഡി ചെക്കപ്പ് തന്നെ എടുക്കണം. യാ, വി ക്യാൻ പ്രൊസീഡ് ഇറ്റ്. ഈ റിപ്പോർട്ട്സിന്റെ റിസൾട്ട് 8 ഡേയ്സിനുള്ളിൽ വരും. സോ ഒന്നും കൂടെ വരേണ്ടി വരും അന്ന്. എന്നിട്ട് എന്താണെന്ന് തീരുമാനിക്കാം. നോ ഐ എം പ്രിസ്ക്രൈബിങ് സം വിറ്റാമിൻ മെഡിസിൻസ്. അത് കഴിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഞാൻ ഈ ചെയ്തതൊന്നും ഫാമിലിയിൽ ആരും അറിയരുത്, പ്രത്യേകിച്ച് റോവൻ. പക്ഷെ എൻ്റെ മൂക്കിരിക്കണ കണ്ടില്ലേ? ഓൾ ഓറ മൊത്തം പോയി. ഞങ്ങള് അകത്തേക്ക് വന്നോട്ടെ? ആ കേവാ.
ഇന്നലെ ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടിയെന്നോ കിഡ്നാപ്പ് ചെയ്തെന്നൊക്കെ അറിഞ്ഞല്ലോ. നമ്മുടെ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ട്. നമുക്കും ഐഡലിനൊക്കെ ഇഷ്ടമാണ്. എനിക്കൊന്നും കിട്ടിയ ക്ഷീണം മാറിയിട്ടില്ല. അപ്പോഴാണ് അല്ലല്ലയോ നിന്റെ മുഖത്തിന് എന്ത് പറ്റി? ഓ, അത് നിന്റെ ഐഡലിലെ ചേട്ടൻ തന്ന ഗിഫ്റ്റാണ്. അയ്യോ, വേദനിച്ചോ? നീ നല്ല നീര് വെച്ചിട്ടുണ്ടല്ലോ. സ്വന്തം അനിയനെ തട്ടിക്കൊണ്ടുവന്ന 2 ഇടി കൂടുതൽ കിട്ടേണ്ടതാ. നീ എന്തിനാ ഒരു റിസ്ക് ഒക്കെ എടുത്തൊരു കാര്യം ഇങ്ങനെ ചെയ്യുന്നേ? അവർ ചില പോലീസ് കേസായിട്ട് പോയിരുന്നെങ്കിലോ? ഇത് ചാച്ചൻ എങ്ങാനും അറിഞ്ഞാലുള്ള കാര്യം നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാതെ പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞ് ആരെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഐഡലിനൊക്കെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടും വരും. അല്ലെങ്കിൽ തന്നെ ഈ ലോകത്ത് വേറൊരു ഗിഫ്റ്റ് മോഷ്ടിച്ചുകൊണ്ട് തരാനില്ലാത്തത് പോലെ എനിക്കില്ലേ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഗിഫ്റ്റാ കൊണ്ടു തന്നത്. വെറുതെ ജലസ് അടിച്ചിട്ട് കാര്യമില്ല. ഇതിലും ഭേദം അവന്റെ കൺസേർട്ടിന് ടിക്കറ്റ് എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അവളുടെ ബർത്ത്ഡേക്ക് വെറൈറ്റി ഗിഫ്റ്റ് വേണത്ര. വെറൈറ്റി, ഇത്രയും വെറൈറ്റി മതിയോ? ഐറിൻ, ഞാൻ ഇതിലൊട്ടും യോജിക്കുന്നില്ല. നിനക്കല്ലേലോ അത്, ആരോടൊന്നും പറയാതെ എടുത്തു ചാടിക്കോളൂ. അതിന് ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ. മിണ്ടാതിരിക്കടി. പിന്നെ ഒറ്റയ്ക്കൊന്നുമല്ല, എല്ലാത്തിനും സഹായത്തിന് ചാച്ചു ഉണ്ടായിരുന്നല്ലോ. ഞാൻ അപ്പോഴും ചാച്ചുവിന്റെ ചുറ്റിക്കളി കണ്ടതാ. നമുക്കൊന്നും ലിയാനെ ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല. പക്ഷേ ലിയാനെ ചാച്ചു വിളിക്കുന്നത് ഞാൻ കണ്ടതാ. നോവാ, ഞാൻ പറയും എന്റെ ബർത്ത്ഡേക്ക് എന്റെ ഫേവറേറ്റ് ഐഡലൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ചാച്ചുവാ? ലിയ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്റെ ഓരോ എടുത്തുചാട്ടങ്ങൾക്ക് ചാച്ചുവിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കരുതെന്ന്. ചെറിയ ചെക്കനാണവൻ. പിന്നെ നീ കാണിക്കുന്ന കാണുമ്പോഴാണ് അവർ ഈ വഴി തെറ്റുന്നത്. സോറി, ഇനി ഞാൻ ഒന്നിനും ഇല്ല. അല്ല ലിയ, എനിക്ക് ജിയോനോട് സോറി ചോദിക്കണമെന്നുണ്ട്. എന്തോ ഇന്നലെ രാത്രി ചെയ്തതൊക്കെ തെറ്റായി പോയെന്ന് തോന്നുന്നു. നീ എനിക്ക് ഇനി അടി മേടിച്ച് തരുമല്ലേ? അവന്റെ അടുത്ത് പോലും കണ്ടേക്കരുതെന്നാ പറഞ്ഞേക്കുന്നത്. അല്ല, ഇന്നലെ നൈറ്റ് അതിനെന്താ ഉണ്ടായേ? അതറിയാൻ നിനക്ക് പ്രായമായിട്ടില്ല. ഓ, ഞാനേ കൊച്ചുകുട്ടിയൊന്നുമല്ല. അത് ഇന്നലെ നൈറ്റ് ഹാപ്പി ബർത്ത്ഡേ മൈ ഗേൾ. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? വെയിറ്റ്, ജോൺ ജീഡ്, ഹിയർ ഈസ് യുവർ ബർത്ത്ഡേ ഗിഫ്റ്റ് ഗേൾ. എൻജോയ്. Oh my god, Jion, I didn't expect you to be here. What a surprise. എന്റെ ബർത്ത്ഡേ ആയിട്ട് ലിയ ജിയോനെ ഇൻവൈറ്റ് ചെയ്തതാണോ? ഇത്ര പ്രസിയായിട്ട് ഇങ്ങോട്ട് വന്നു. താങ്ക് യു ഫോർ കമ്മിങ്. ഐ ആം എ ഫാൻ ഓഫ് യു. എന്നെ ഇൻവൈറ്റ് ചെയ്തതാണോ? അവളല്ലേ ലിയ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നതോ? വാട്ട്, കിഡ്നാപ്പോ? കിഡ്നാപ്പ് അല്ലാതെ നിങ്ങളൊക്കെ എന്റെ സ്റ്റോക്കേഴ്സ് ആണ്. ഒരു ഐഡലിനെ കിഡ്നാപ്പ് ചെയ്ത് വന്നിട്ട് ഐ എം നോട്ട് എ പബ്ലിക് തിങ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ യൂസ് ആക്കാൻ. ജോൺ, എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങൾ തന്നെ പ്ലാനായിട്ട് നിന്ന് അഭിനയിക്കുന്നു. ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ ഫാൻസ് ആകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. യു ആർ സച്ച് എ സൈക്കോ ഹേറ്റർ. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് മൈ ഫാൻസ് ടു ബി ബിഹേവിയർ ലൈക്ക് ദിസ്. യു ഷുഡ് നോ യുവർ ബൗണ്ടറീസ്. I swear I don't know anything about this. Please ജോൺ, ഇങ്ങനെയൊന്നും പറയരുത്. എനിക്ക് സത്യമായിട്ട് ഒന്നും അറിയില്ല. I am a true fan. Stop this fake tears. I am so sorry. ഞാൻ ലിയയ്ക്ക് വേണ്ടി സോറി ചോദിക്കാം. അവള് പ്രത്യേക ടൈപ്പാണ്. ഒറ്റ മൈൻഡ് അടിച്ചിട്ടാവും. I don't want to hear anything. എനിക്ക് ഇപ്പൊ വീട്ടിൽ പോകണം. Right now. പ്ലീസ് ഒച്ചയൊന്നും വെക്കല്ലേ. ഫാമിലീസ് ഒക്കെ ഉണ്ട്. അറിയട്ടെ, എല്ലാവരും അറിയട്ടെ ഇങ്ങനെ ഒരു സൈക്കോ ഫാനെ കുറിച്ച്. How dare you to break that? It's my favorite. എനിക്ക് അത് ഈടം തന്നതാ. I don't care whoever it is. Open the door. നിന്നെ ഇവിടെ എത്തിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളുടെ റേഞ്ച് എന്ന് അവർക്ക് മനസ്സിലാക്കണം. നീ ഒറ്റ ബുള്ളറ്റ് കൊന്നു കുളിച്ചുകൊണ്ടാൽ ഇവിടെ ഒരാളും അറിയാൻ പോകുന്നില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? നീ ആരാ എന്നെ ഭീഷണിപ്പെടുത്താൻ? യു ഇഡിയറ്റ്. You idiot. What are you doing? Why did you kiss me? You kissed me? Hey, please. Families are here. Be quiet. You shut up. Stop this. Let's go, Jaden.
കിസ്സോ? കൊച്ചി കരളി. അയ്യോ ചാച്ചൻ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോവാ. നീ ഇന്നലെ എപ്പോഴാ വന്നത്? പാർട്ടിയിൽ എല്ലാവരും നിന്നെ അന്വേഷിച്ചായിരുന്നു. ഞാൻ നൈറ്റ് ആയപ്പോഴൊക്കെ എത്തി. കുറച്ച് എമർജൻസിയിൽ വിട്ടുപോയി. നിന്റെ മുഖത്തിന് എന്ത് പറ്റി? ആരെന്തെങ്കിലും അടിമേടിച്ചിട്ട് വന്നേ കാണൂ. അത് ജസ്റ്റ് ഒന്ന് വീണതാ. കണ്ടിട്ട് വീണ പോലെ ഒന്നും ഇല്ലല്ലോ. വീണതുപോലെ മുഖമാവാഞ്ഞത് എന്റെ കുഴപ്പമില്ല. അല്ലെങ്കിലും എല്ലാ ചോദ്യത്തിനും ഉത്തരം ഉണ്ടാകുമല്ലോ. ഞാൻ പോയി റെഡി ആവട്ടെ. മോർണിംഗ് തന്നെ നമുക്ക് വെക്കേറ്റ് ചെയ്യാനുള്ളതല്ലേ. നീ റെഡിയാവുക, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. നീ വേഗം റെഡിയാവുക, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ പൊക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല. ബി ക്വിക്ക്, എനിക്ക് വേറെ കാര്യങ്ങൾ അറിയണമെന്നില്ല. വാട്ട് എവർ. ഇത് എവിടെന്നാ കിട്ടിയെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന് വീണതാന്ന് ഞാൻ പറഞ്ഞതല്ലേ. വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവരുത്. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. വെറുതെ നമ്മുടെ പപ്പേനും അമ്മേനും നീ ഓരോ ഏടാകൂടത്തിൽ ചെന്ന് പെട്ടു ടെൻഷൻ ആക്കരുത്. എന്റെ സ്വന്തം സിസ്റ്ററാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ ലൈഫിൽ നടക്കണ ഒരു കാര്യം തന്നെ എനിക്കറിയില്ല. സംടൈംസ് യു ക്യാൻ ഷെയർ വിത്ത് മീ. എന്റെ തീരുമാനങ്ങൾക്ക് വിലയില്ലാത്ത സ്ഥലത്തും ആൾക്കാരോടും എന്റെ പേഴ്സണൽ ലൈഫ് അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് നാളെ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. നീ എപ്പോഴും കിടന്ന് ഉറങ്ങണ മാതിരി കിടന്ന് ഉറങ്ങി ലേറ്റ് ആവരുത്. ലിയോന്റെ ചേട്ടനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ സ്വഭാവം നിനക്കറിയാലോ. ഫസ്റ്റ് ഡേ തന്നെ പണിയൊന്നും വാങ്ങിച്ചു വെക്കരുത്. ചിലപ്പോ നമ്മളെ റെഫർ ചെയ്ത ലിയോനായിരിക്കും പണി കിട്ടുക. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അലാറം വെച്ചിട്ടൊക്കെ കിടന്നോളാം. അല്ല, ലിയോനെ ഞാൻ കണ്ടിട്ട് കുറെ ആയി. നമുക്ക് ഇന്ന് സർപ്രൈസ് ആയി അവനെ പോയി കണ്ടാലോ? അവനെ കാണണമെങ്കിൽ ഇപ്പോ നൈറ്റ് ക്ലബിൽ തന്നെ പോണം. ആദ്യം നിനക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്ക്. ഞാൻ അവിടെ എങ്ങാനും എനിക്ക് ആവശ്യമുള്ളതുണ്ടോ നോക്കട്ടെ. ഓ താങ്ക് യു. That's okay. No mention. എക്സ്ക്യൂസ് മീ, ഇത് ഞാനാ ഫസ്റ്റ് എടുത്തത്? അല്ല, ഞാനാ ഫസ്റ്റ് എടുത്തേ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഇവിടെ ആകെ ഒരെണ്ണമുള്ളത് കണ്ടോണ്ടാ ഞാൻ ഓടി വന്നേ. ശരി, ഞാൻ ഇവിടെ നിന്നോണ്ടിരുന്നേ, അതുപോലെ ഫസ്റ്റ് എടുത്തതും. ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ. എനിക്ക് ഈ ജാം ഇല്ലാതെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ജാമിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നേ. ഇത്രയും ഡെഡിക്കേഷനോടെ വന്നിട്ട് ഈ ജാമില്ലാതെ പോകാൻ പറഞ്ഞാൽ ഞാൻ പോവത്തില്ല. എന്നാ നീ അടുത്ത ജാം സ്റ്റോപ്പ് വരുന്നവരെ ഇവിടെ ഇരുന്നു, ഞാൻ ഇതും കൊണ്ട് പോവാ. അയ്യടെ മോനെ, എനിക്കിത് വേണം. എന്താ 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 പ്രശ്നം? അതന്നെ, എന്താ പ്രോബ്ലം? എടാ, ഞാനാണ് ഈ ജാം ആദ്യം എടുത്ത്. എന്നിട്ട് ഇവള് പറയുക ഇവളെ അടുത്തെന്ന്. എന്നിട്ട് ഇവൾക്ക് ഇത് വേണമെന്ന്. ഹലോ ഹലോ ഹലോ, ഞാനാണ് ആദ്യം ഈ ജാം എടുത്തത്. ഇവൻ ഇത് എവിടെ കൂടെ കയറി വന്നു എനിക്കൊരു ഐഡിയ ഇല്ല. ഇവൻ എന്താ വല്ല കുപ്പിന്ന് വന്ന ജീനിയാണോ? അത് ശരിയാ, ഞങ്ങളാണ് ആദ്യം ഇവിടെ വന്നേ. സോ ഇവള് തന്നെയായിരിക്കും ആദ്യം എടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ഈ ജാമ് ഞങ്ങളുടെ. അതിന് വല്ല പ്രൂഫും ഉണ്ടോ? അതെ. പ്രൂഫിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനാണ് ഫസ്റ്റ് എടുത്തത്. അല്ല, ഞാനാ ഫസ്റ്റ് എടുത്തേ. അല്ല, അവളെ പറഞ്ഞില്ല അവളാണ് ഫസ്റ്റ് എടുത്തേന്ന്. നിങ്ങൾ ഇങ്ങനെ തല്ലി പിടിക്കാതെ, ഇതൊരു കൺവീനിയൻസ് സ്റ്റോർ അല്ലേ. സോ വേറെ സ്റ്റോക്ക് ഉണ്ടാവില്ലേ? നമുക്ക് അവരോട് ചോദിക്കാം. എക്സ്ക്യൂസ് മീ സാർ, ഇവിടെ ഈ ജാമിന്റെ വേറെ സ്റ്റോക്ക് ഉണ്ടോ? ഓ സോറി സാർ, ഈ ജാം ഇവിടെ ഫേമസ് ആയതുകൊണ്ട് പെട്ടെന്ന് തീർന്നു.
ഇനി നാളെ ഇതിന്റെ സ്റ്റോക്ക് എടുത്തിട്ട് വേണം. ആകെ ഈ ഒരെണ്ണുള്ളൂ. ലുക്ക് സാർ, ഞാനാണ് ഇത് ഫസ്റ്റ് എടുത്തത്, സോ എനിക്ക് തന്നെ ഇത് വേണം. അല്ല, ഞാനാണ് ഇതെടുത്തത്, സോ എനിക്കാണ് ഫസ്റ്റ് തരേണ്ടത്. അല്ല, CCTV നോക്കിയാൽ അറിയില്ലേ ആരാ ഫസ്റ്റ് എടുത്തതെന്ന്? സോ CCTV ഒന്ന് കാണിക്കി. അങ്ങനെ വെറുതെ ഒന്നും CCTV കാണിക്കാൻ പറ്റില്ല മാഡം. ഓക്കെ, വാട്ട് എവർ. ഇയാൾ തരുന്നതിൻ്റെ ഡബിൾ പൈസ ഞാൻ തരാം, ബട്ട് എനിക്ക് തന്നെ ഇത് വേണം. ഓ, ഇങ്ങനെ ഒരു സൈക്കോ ഇന്നാ കൊണ്ട് പുഴുങ്ങിത്തീന് നിന്റെ ഒരു ജാമ്. വാടാ, നമുക്ക് പോവാം. എന്തുവാടാ ഈ പെണ്ണിങ്ങനെ? എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ ലിയോന്റെ ഒന്ന് മാറിപ്പോയിട്ട് 2 അടിച്ചിട്ട് വരാം. എടാ, നീ ഒന്ന് കൂളാവ്. വിന്നി സേവിൻ. അല്ല പിന്നെ എൻ്റെ അടുത്ത അവന്മാരുടെ കളി. അതെന്തായാലും പൊളിച്ചു കൂട്ടാം. അല്ലെങ്കിലും നമ്മളൊരാണുങ്ങളെ മുന്നിലും ഇങ്ങനെ താഴ്ന്നു കൊടുക്കരുത്. താങ്ക് യു. ഹേയ് ബ്രോ, നിങ്ങൾ ഈ ഭാഗത്ത് കണ്ടുപോരുതെന്ന് പറഞ്ഞിട്ട് നാളെ ജോയിൻ ചെയ്യേണ്ടതല്ലേ? എന്ത് എന്നെ അത്രയ്ക്ക് മിസ് ചെയ്തോ? പിന്നെ മിസ് ചെയ്യാതിരിക്കോ? അധികം ഒന്നും അടിച്ചേക്കരുത്. നിങ്ങൾ അധികം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഏട്ടനായിരിക്കും എന്നെ അടിക്കുക. നിങ്ങളെ കുടിപ്പിച്ച് കിടത്തിയെന്നും പറഞ്ഞ്. ഓ, ഞങ്ങൾ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. പിന്നെ കുറച്ചൊന്നും അടിച്ചൊന്നും വെച്ച് പോലൊന്നും പോകത്തില്ല. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞതാ. സൂക്ഷിച്ചും കണ്ടും കുടിച്ച നിങ്ങൾക്ക് കൊള്ളാം. അറിയാലോ ലൂക്കസിന്റെ സ്വഭാവം. എന്തായാലും മക്കള് നോ ആൽക്കഹോളിക്കായ ഡ്രിങ്ക്സ് കുടിച്ചാൽ മതി. എടാ, ഏട്ടനാ വിളിക്കുന്നത്. എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ വിളിക്കുന്നത്? ഞാൻ എന്തായാലും ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ചെല്ല്. ഹലോ ഏട്ടാ, എന്താ വിളിച്ചേ? ഞാൻ ജിമിന്റെയും ടേന്റെയും വീട്ടിലേക്ക് വിളിച്ചായിരുന്നു. രണ്ടും അവിടെ ഇല്ലാന്ന് പറഞ്ഞു. നിന്റെ അടുത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നാളെ കറക്റ്റ് ടൈമിന് ഓഫീസിൽ സൈൻ ചെയ്യാൻ വന്നില്ലെങ്കിൽ രണ്ടിനെ ഞാൻ ഫയർ ചെയ്യുമെന്ന് പറഞ്ഞേക്ക്. ഏട്ടാ, അവരിവിടെ ഒന്നുമില്ല. അവർ ചിലപ്പോൾ നാളത്തെ പ്രിപ്പറേഷന് വേണ്ടി ലൈബ്രറിയിൽ പോയേക്കായിരിക്കും. ഇവിടെ എന്തായാലും ഇല്ല. ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഈ പാതിരാത്രിക്ക് പബ്ലിക് ലൈബ്രറി തുറന്നു വെക്കാനായിട്ട് നിന്റെ പേരിലാണോടാ? ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു. ഹലോ എടാ, ഹലോ. ഏട്ടാ, ഞാൻ എന്തായാലും വിളിച്ചു നോക്കാം. ശരി എന്നാ, ഞാൻ വെക്കുവോ. എടാ, നിങ്ങൾ വല്ലാതെ കുടിക്കാതെ. ഏട്ടാ നിങ്ങൾ വീട്ടിലില്ല എന്ന് അറിഞ്ഞു. സോ നിങ്ങൾ പോവാൻ നോക്കിക്കേ. എടാ, നിങ്ങളോടാ നേരത്തെ ചെന്ന് സൈൻ ചെയ്തില്ലെങ്കിൽ രണ്ടിനെ ഫയർ ചെയ്യുന്ന പറഞ്ഞേക്കുന്നേ. ഓ, നിന്റെ ഏട്ടൻ ഇത് എന്തിന്റെ കേടാ? അത് തന്നെ. ഓ, ആ സ്ട്രെസ് ഒന്നും മാറുന്നില്ല. അവളെ ഞാൻ കൊല്ലും. എന്റെ ജാമ്. എന്തിനു സ്ട്രെസ്? ആരെ കൊല്ലാണ്? ഓ, അതെന്തെങ്കിലും ആവട്ടെ. സ്ട്രെസ്സൊക്കെ വീട്ടിൽ പോയിട്ട് മാറ്റു. ഇപ്പൊ എന്തായാലും ചെല്ല്.
എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നേ? ഞാൻ വല്ല കമ്പനിയും തരണം. You are so cute for this place.